നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ജനുവരി മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് UAE കൊണ്ടുവന്നത്. തൊഴിൽ രഹിത ഇൻഷുറൻസ് ഊർജിതമാക്കിയിരിക്കുകയാണ് അധികൃതർ. ഇപ്പോഴിതാ തൊഴിലാളികൾക്ക് വേണ്ടി സ്ഥാപനങ്ങൾ തൊഴിൽ രഹിത ഇൻഷുറൻസ് എടുത്തു നൽകിയാൽ മാത്രമേ മുഴുവൻ പേർക്കും പരിരക്ഷ ഉറപ്പുവരുത്താനാകൂവെന്ന് അധികൃതർ വ്യക്തമാക്കി. നാമമാത്ര തുകയാണെങ്കിലും തൊഴിലാളികൾക്ക് അധിക ബാധ്യത വരുത്താതിരിക്കാൻ ഇത് സഹായകമാകുമെന്ന് ദുബായ് ഇൻഷുറൻസ് കമ്പനി വ്യക്തമാക്കി. ഒന്നുകിൽ ഈ തുക കമ്പനി നേരിട്ടടയ്ക്കാം, അല്ലെങ്കിൽ തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കാം. സ്വന്തം നിലയ്ക്ക് ഇൻഷുറൻസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ അറിയാത്തവർക്കും ഇത് ആശ്വാസമാകുമെന്നും വ്യക്തമാക്കി. UAE-യിൽ തൊഴിൽ രഹിത ഇൻഷുറൻസ് നൽകാൻ അനുമതിയുള്ള 9 കമ്പനികളിൽ ഒന്നാണ് ദുബായ് ഇൻഷുറൻസ്. അതോടൊപ്പം തന്നെ ഇളവുകൾ കിട്ടുന്നവർ ഇവരൊക്കെയാണ്: ഗാർഹിക ജോലിക്കാർ, ഫ്രീ സോൺ തൊഴിലാളികൾ, നിക്ഷേപകർ, താൽക്കാലിക ജോലിക്കാർ, വിരമിച്ച് പെൻഷൻ കിട്ടുന്നവർ, 18 വയസ്സിന് താഴെയുള്ളവർ എന്നിവർക്ക് ഇളവുണ്ട്. എങ്കിലും താല്പര്യമുള്ള 18 വയസ്സ് പൂർത്തിയായവർക്ക് നിലവിലെ ഇൻഷുറൻസ് എടുക്കാം. 12 മാസം പ്രീമിയം അടച്ചവർക്കേ ആനുകൂല്യം കിട്ടും. കൂടാതെ ജോലി നഷ്ടപ്പെട്ട സ്വദേശികൾക്കും വിദേശികൾക്കും അടിസ്ഥാന ശമ്പളത്തിന്റെ 60% തുക 3 മാസത്തേക്ക് നൽകുന്ന പദ്ധതിയാണിത്. 16,000 ദിർഹത്തിൽ കുറവ് ശമ്പളമുള്ളവർക്ക് മാസത്തിൽ 5 ദിർഹവും, അതായത് 112 രൂപ. അതിൽ കൂടുതൽ ശമ്പളമുള്ളവർക്ക് 10 ദിർഹവുമാണ്, അതായത് 224 രൂപ പ്രീമിയം. മാസത്തിലോ 3, 6, 9, 12 മാസത്തിൽ ഒരിക്കലോ അടയ്ക്കാം. 3 മാസം പിന്നിട്ടിട്ടും പ്രീമിയം അടയ്ക്കാത്തവരുടെ പോളിസി റദ്ദാക്കും. തൊഴിൽ രഹിത ഇൻഷുറൻസ് എടുക്കാത്തവർക്ക് ജൂൺ മുതൽ 400 ദിർഹം പിഴ ചുമത്തും. ഇതുകൂടാതെ സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണ പദ്ധതിയായ നാഫിസിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നുണ്ട്. കഴിഞ്ഞ വർഷം UAE-യിൽ 28,700 സ്വദേശികൾക്ക് ജോലി കിട്ടി. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സ്വദേശികൾ ജോലിയിൽ പ്രവേശിച്ചതോടെ സ്വകാര്യ മേഖലയിലെ സ്വദേശി ജീവനക്കാരുടെ എണ്ണം 1.5 ലക്ഷം കവിഞ്ഞു. പദ്ധതിക്ക് ചുക്കാൻ പിടിച്ച ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് മന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാനെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അഭിനന്ദിച്ചു. 50 ജീവനക്കാരിൽ കൂടുതലുള്ള സ്വകാര്യ കമ്പനികളിലെ വിദഗ്ധ ജോലികളിൽ 2% സ്വദേശികളെ നിയമിക്കണമെന്ന നിബന്ധന കഴിഞ്ഞ വർഷമാണ് നിലവിൽ വന്നത്. ഓരോ വർഷവും 2% വീതം നിയമിച്ച് സ്വദേശികളുടെ അനുപാതം 5 വർഷത്തിനകം 10% ആക്കുകയാണ് ലക്ഷ്യം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.